ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്രയും കാലം മറ്റുള്ളവരുടെ ഭീഷണി കേട്ട് ജീവിതം എന്താണെന്ന് മറന്നുപോയവളാ ഞാൻ. ഇപ്പോ ജീവിക്കാനാ എന്റെ തീരുമാനം. അതിന് ആര് തടസ്സം നിന്നാലും ആ തടസ്സം എങ്ങനെ നീക്കണമെന്ന് ഈ രാധികയ്ക്കറിയാം. എന്താടി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞോ എല്ലാവരോടും? എന്നിട്ടേ എന്ത് പറഞ്ഞു നിന്റെ വളർത്തമ്മ? വളർത്തമ്മ എന്ന് മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചെറിയമ്മേ. ഇവൾക്ക് വളർത്തമ്മമാർ ഒരുപാടുണ്ടല്ലോ. നേരെയുള്ള അമ്മയല്ലേ ഇല്ലാത്തത്. എടുത്തി, നിങ്ങൾ എന്തിനാ ഇപ്പൊ എന്നോട് ദേഷ്യപ്പെടുന്നത്? ചെറിയച്ഛനെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചെറിയച്ഛൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയല്ലേ? ചന്ദ്രൻ എന്ത് തെറ്റടി ചെയ്തത്? നിങ്ങൾ എല്ലാവരും കൂടി എന്റെ ചന്ദ്രേട്ടനെ കഴിമരത്തി കയറ്റെന്നാണോ കരുതിയിരിക്കുന്നത്? ആണോടി? ചെറിയമ്മേ, ഇനി എന്റെ ദേഹത്ത് കൈ വെക്കരുത്. ഓഹോ, അവളുടെ ഭീഷണി കേട്ടില്ലേ ചെറിയമ്മേ? അവളുടെ കറണ് നോക്കി ഒരെണ്ണം കൊടുക്ക ചെറിയമ്മേ. എടീ, വിടാൻ കൈ വിടറേ, കൈ വിടാൻ. പണ്ടത്തെ പോലെ നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ പ്രതികരിക്കില്ല എന്ന് കരുതരുത്. പണ്ട് നിങ്ങളുടെയൊക്കെ മുന്നിൽ തല കുനിച്ചു നിന്ന രാധികയല്ല ഞാൻ. അടിച്ചാ തിരിച്ചടിക്കാനും എനിക്കറിയാം. കേട്ടോ ചെറിയമ്മേ? ഞാൻ പറയുന്നത് നിങ്ങക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ കൂടി എന്റെ നേരെ കൈ ഓങ്ങി നോക്ക്. ദേ, ഇത്രയും നാളത്തെ കണക്കുകളെല്ലാം തീർത്ത് ചെറിയമ്മയ്ക്ക് ഞാൻ മറുപടി തരും. എന്താ ഏട്ടത്തി, ചെറിയമ്മയ്ക്ക് പറ്റാത്തത് ഏട്ടത്തിക്ക് പറ്റണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ഏട്ടത്തി ഈ അനുജത്തിയുടെ ഒപ്പം പിടിച്ചു നിൽക്കണം. ഇത്രയും കാലം മറ്റുള്ളവരുടെ ഭീഷണി കേട്ട് ജീവിതം എന്താണെന്ന് മറന്നുപോയവളാ ഞാൻ. ഇപ്പോ ജീവിക്കാനാ എന്റെ തീരുമാനം. അതിന് ആര് തടസ്സം നിന്നാലും ആ തടസ്സം എങ്ങനെ നീക്കണമെന്ന് ഈ രാധികയ്ക്കറിയാം. രാധികേ, തന്നെ കൊണ്ട് ഇത്രയൊക്കെ പറയിപ്പിക്കാൻ ഇവരെ കൊണ്ടായെങ്കിൽ ഞാൻ ഇവരോടാ കൺഗ്രാറ്റ്സ് പറയേണ്ടത്.
എന്താ ഉർവശി, മോളുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയ നീ അടങ്ങൂ. ഇതിനെയാ എരന്ന് വാങ്ങിക്കാന്ന് പറയുന്നത്. ഇത് തുടക്കം മാത്രമാ, ഇനി ഇവിടുന്ന് അങ്ങോട്ടെ കിട്ടിക്കോളും. എന്താടോ ഇത്? പിന്നല്ലാതെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുന്നതിനൊരു അതിരില്ലേ? ഉം. ചെറിയച്ഛനെ പോലീസ് കൊണ്ടുപോയതിന്റെ ഉത്തരവാദിത്വം ഞാൻ പറയണമെന്ന് വെച്ചാ അതെങ്ങനെയാ ശരിയാവാ? ഉം. എന്തായാലും നന്നായി മോളെ, ഇനി എല്ലാവരെ നിന്നെ സൂക്ഷിച്ചോളും. ഇനി ഞാനും സൂക്ഷിക്കേണ്ടി വരുമോ മുത്തശ്ശി? നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിലേ നീയും ശ്രദ്ധിക്കേണ്ടി വരും, അല്ലേ മോളെ? ആ ആ ചെറിയമ്മ, സംഭവിച്ചത് ചെറിയ കാര്യമല്ല. ഈ വീട്ടിൽ നിന്ന് ചെറിയച്ഛനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് നമ്മളൊക്കെ കണ്ടു നിൽക്കേണ്ടി വന്നു. നമ്മുടെ മുമ്പിൽ നിന്നല്ല, ഏട്ടന്റെ മുമ്പിൽ നിന്ന്, അമ്മയുടെ മുമ്പിൽ നിന്ന്. അങ്ങനെയല്ലേ ചന്ദ്രേട്ടനെ കൊണ്ടുപോയത്? രക്ഷിക്കാൻ വേണ്ടി ഒരു വാക്ക് വേണ്ടിയോ ഇവിടെ ആരെങ്കിലും? ഇങ്ങനെ ഒരു കാര്യം വരുണ്ണ സൂര്യക്കാണോ വന്നിരുന്നെങ്കിൽ ഏട്ടൻ ഇടപെടില്ലേ? സംസാരിക്കില്ലേ? തടസ്സം നിൽക്കില്ലേ? ചെറിയച്ഛന്റെ കാര്യമായതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ട്. ദേ, രക്ഷപ്പെടാനുള്ള മാർഗം ചെറിയച്ഛൻ നോക്കിക്കോളും. അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ നീ കണ്ടില്ലേ കൽപ്പന, അവളുടെ ഒരു അഹങ്കാരം എല്ലാരും കൂടി എടുത്ത് തോളിൽ വെച്ച് വെച്ച് അവൾക്കിപ്പോ എന്നോടും നിന്നോടും എന്ത് ചെയ്യാന്നായി. കണ്ടു ചെറിയമ്മ, അത് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ കാൽച്ചുവട്ടിൽ പോലും കിടക്കാൻ യോഗ്യതയില്ലാത്ത ഒരുത്തി നമ്മുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്ക. അവളെ കണിമംഗലത്ത് നിന്ന് പടിയടച്ച് പുറത്താക്കിയിട്ടല്ലാതെ ഇനി നമുക്ക് വിശ്രമമില്ല ചെറിയമ്മേ. ഒന്ന് മിണ്ടാതിരിക്കോ? നിന്നെ കൊണ്ട് ഒന്നും നടക്കില്ല. അതിന് ശ്രമിച്ചാ നീയും ഞാനും ഒക്കെ ഇവിടുന്ന് പുറത്താവും. അത്രേ ഉണ്ടാവുള്ളൂ ഇനി. അവള് അങ്ങനെ മനസ്സ് കയറി പറ്റിയിരിക്കല്ലേ എല്ലാവരുടെയും. പക്ഷേ ഇന്ന് അവള് സംസാരിച്ചതിന് അവക്ക് ശിക്ഷ കൊടുത്തേ പറ്റൂ. ചന്ദ്രേട്ടനെ പോലീസ് പിടിച്ചുള്ളൂ. എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു മകനെ എനിക്കുണ്ട്. ഞാൻ അവനെ വിളിക്കും.